മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ താൻ BJP-യിലേക്ക് കൊണ്ടുവന്നേനെ എന്ന പത്മജ വേണുഗോപാലിന്റെ പ്രതികരണത്തിന് മറുപടിയുമായി മകനും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ മുരളീധരൻ രാഷ്ട്രീയ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പിതാവിനെ വലിച്ചിഴക്കരുത് എന്നാണ് 24-ലൂടെ പത്മജയ്ക്ക് കെ മുരളീധരന്റെ മറുപടി. 24-ന്റെ ഒരു അഭിമുഖ പരിപാടിയിൽ സഹോദരി പത്മജ വേണുഗോപാൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് കെ കരുണാകരൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ BJP-യിലേക്ക് പോയനെന്ന്. ഒരു കാരണവശാലും അദ്ദേഹം പോയില്ല, എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അത്രമാത്രം അദ്ദേഹം കോൺഗ്രസിനെ സ്നേഹിച്ചിരുന്നു. അവസാന കാലത്ത് അദ്ദേഹത്തിന് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, കൊടി പറിച്ച് മരിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു മഹാനായിട്ടുള്ള വ്യക്തിയെ ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മക്കളാണ് എന്ന് വിചാരിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹത്തിനെ വലിച്ചടയ്ക്കാൻ പാടില്ല. ഞാൻ അത്രേ പറയുന്നുള്ളൂ. 24 തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയായ ജെൻസി മാനിഫെസ്റ്റോയിലായിരുന്നു കഴിഞ്ഞ ദിവസം കെ കരുണാകരനുമായി ബന്ധപ്പെട്ട മകൾ പത്മജ വേണുഗോപാലിന്റെ ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. ഇന്ന് കെ കരുണാകരൻ എന്നൊരു വലിയ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പത്മജ വേണുഗോപാൽ ഇത്തരത്തിലൊരു പാർട്ടി മാറ്റം ഉണ്ടാകുമായിരുന്നോ? ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാകുമായിരുന്നു. ഞാൻ അച്ഛനും കൂടി കൊണ്ടിരുന്നു. അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഒരു ധൈര്യമുള്ളൂ. അച്ഛനും അടുത്തിരുന്നു, കോൺഗ്രസ് ഭയങ്കരമായിട്ടും അടുത്തിരുന്നു. അച്ഛന്റെ വിഷമങ്ങൾ കണ്ടാണ് എനിക്ക് ആ പാർട്ടിയോട് തന്നെ ദേഷ്യം വന്നു തുടങ്ങിയത്. അച്ഛനെ ഒറ്റപ്പെടുത്തി വേദനിപ്പിച്ചു. ഷഫീദ് റാത്തൂർ ചേരുന്നു. ഷഫീദ്, മക്കൾക്കിടയിലുള്ള രാഷ്ട്രീയ തർക്കമാണ്. ആ തർക്കത്തിലേക്ക് അച്ഛനെ വലിച്ചിഴക്കരുത് എന്ന് കെ മുരളീധരൻ പറയുന്നതിൽ ഒരു വൈകാരിക എലമെന്റ് കൂടി ഉണ്ട്. ഷഫീദ്, പത്മജ അതൊരു പക്ഷേ ഒരു ലൈറ്റർ വെർഷനിൽ പറയുന്നതാണെങ്കിൽ കൂടി. കാരണം കേരളത്തിൽ കെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ലെഗസിയാണ്. അങ്ങനെ ഒരാൾ BJP-യിലേക്ക് പോകുമെന്നൊക്കെയുള്ള ഒരു പ്രതികരണത്തിൽ വൈകാരികമായി കൂടിയാണ് കെ മുരളീധരൻ പ്രതികരണം നടത്തിയെന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പിതാവിനെ വലിച്ചിഴക്കരുത് എന്നുള്ളതാണ്. കെ കരുണാകരൻ ഒരു കാരണവശാലും BJP-യിൽ പോകുമായിരുന്നില്ല. അത്രമാത്രം കോൺഗ്രസിനെ സ്നേഹിച്ച ആളാണ്. അതേപോലെ അവസാന കാലത്ത് കോൺഗ്രസ് കൊടി പുതച്ച് മരിക്കണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അതിനനുസരിച്ച് പിതാവിനെ വലിച്ചിഴക്കരുത് എന്നുള്ളതാണ് കെ മുരളീധരൻ പറയുന്നത്. അതിന് തൊട്ട് മുൻപ് കെ മുരളീധരന്റെ മകനായിട്ടുള്ള അരുൺ നാരായണനും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹവും പറഞ്ഞത് കെ കരുണാകരൻ ഒരിക്കലും BJP-യിൽ പോകുമായിരുന്നില്ല. DIC പാർട്ടി ഉണ്ടാക്കുമ്പോഴും അതിൽ കോൺഗ്രസ് സംസ്കാരം ഉണ്ടായിരുന്നു. കെ കരുണാകരന് കോൺഗ്രസിൽ നിന്ന് മാറാൻ കഴിയില്ല. പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയപ്പോൾ വിഷമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കെ മുരളീധരന്റെ മകനായിട്ടുള്ള അരുൺ നാരായണൻ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ തർക്കം, അതല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ കെ മുരളീധരൻ തർക്കം നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കെ കരുണാകരനെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് BJP-യിലേക്ക് പോകുമായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ഏതായാലും അക്കാര്യത്തിന് ഇപ്പോൾ കെ മുരളീധരൻ മറുപടി പറഞ്ഞിരിക്കുന്നു. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.